രാത്രി വൈകിയും ഓണത്തിരക്കിലാണ് തലസ്ഥാനം. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെ വൻ തിരക്കാണ്. ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തലസ്ഥാനം ജനം കൈയടക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ലൈവ് റിപ്പോർട്ട്സിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കും. 11 മുതൽ 12 വരെയുള്ള സമയം. അശ്വതി കെ വാതുകലെത്തും. നമസ്തേ. യാത്ര ചെയ്യുന്ന ബസ് എന്നീ സ്ഥലങ്ങളിൽ നിൽക്കുന്ന പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം തെളിഞ്ഞ നാൾ മുതൽ തുടങ്ങിയ തിരക്കാണ് തലസ്ഥാന ജില്ലയിൽ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാണം വിറ്റും ഓണമുണ്ണാനുള്ള തിരക്കിലാണ് തലസ്ഥാനവാസികൾ. ഓണത്തിന്റെ ആഘോഷങ്ങൾ തകൃതിയായി ആരംഭിച്ചതോടെ പൂവ് വിപണിയിൽ വിലക്കയറ്റത്തിന്റെ കാലമാണ്. പിച്ചിയും മുല്ലയും തലയിൽ ചൂടണമെങ്കിൽ കീശയിൽ നിന്ന് കാശ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഓണവിപണിയിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് കച്ചവടക്കാർക്കും ഉള്ളത്. കച്ചവടത്തിന് അനുസരിച്ച് വിലയും കൂടുതലാണ്. എല്ലാ പൂവായിട്ട് അത്തപ്പൂക്കളും ഈ പിന്നെ മുല്ലപ്പൂ പിച്ചിപ്പൂ അത് എല്ലാം വില കൂടുതൽ തന്നെ. ഇപ്പം അതിൻ്റെ തന്നെ തിരക്ക് കൂടുതലും. ഇപ്പം മാക്സിമം ഒരു മുഴ 100 രൂപ ഉണ്ട്. ഇനി കൂടും, അങ്ങോട്ട് കൂടും. ന്യൂജൻ പിള്ളേരും ഓണം വരവറിയിച്ചപ്പോൾ തന്നെ ഷോപ്പിങ്ങിനുണ്ട്. കോളേജുകളിൽ കൂടി ആഘോഷം സജീവമായതോടെ തിരക്കിലാണ് ന്യൂജൻ ടീംസ്. വൈബ് നല്ല തിരക്കുണ്ട്. ഇത്രയും മീൻസ് വണ്ടികൾ പോകാനായിട്ടോ അങ്ങനെ വഴിയൊന്നുമില്ല. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആവശ്യത്തിന് തിരക്കുണ്ട്. ഇനി ഓണം എന്താണെന്ന് ഇനി എത്തിയില്ലല്ലോ. ഓണം എത്തുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അടിപൊളിയായിരിക്കും. എല്ലാ കാലത്തെക്കാട്ടിയും കൂടുതൽ ന്യൂജനായതുകൊണ്ട് കൂടുതൽ നല്ല ഓണമായിരിക്കും വിചാരിക്കുന്നത്. നാളെ കോളേജിൽ സെലിബ്രേഷനാണ്. അപ്പം എന്തോ നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളും പുതിയ ഓണം ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് ഓണം. ഇവിടെ വന്നത് സെറ്റ് സാരി എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. ഓണത്തിനായിട്ട് 2-3 പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. അല്ലാതെ ഞങ്ങൾ അല്ലാണ്ടും ഡ്രസ്സ് സെറ്റ് സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ വിലക്കയറ്റത്തിൽ ഭയന്നിരിക്കുകയാണ്. എങ്കിലും കാണം വിറ്റും ഓണമുണ്ണാനുള്ള തിരക്കിലാണ് വീട്ടമ്മമാർ. നമ്മളിങ്ങനെ ഓണത്തിൻ്റെ ആ വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്തു, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പച്ചക്കറിയൊക്കെ ഇനി മേടിക്കാനായിട്ട് ഇനി ഉണ്ടല്ലോ ദിവസം ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആ ഭാഗം പർച്ചേസിംഗ് ഒക്കെ ഇനിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ വില കൂടുതൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് ഈ വില കൂടുതൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർക്കും കേരളത്തിൽ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. എൻ്റെ വൈഫാണ് മലയാളി, ഞാൻ ആക്ച്വലി തമിഴ്നാടാണ്. ഇല്ല അങ്ങനെയല്ല. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മലയാളം പഠിച്ച് അങ്ങനെ ഓണം ആക്ച്വലി ഞാൻ പഠിച്ചതൊക്കെ നാട്ടിലാണ്, തമിഴ്നാട്ടിലാണ്. ഇഷ്ടമാണ്, അടിപൊളി. ഇപ്പോൾ ലീവിന് വന്നതാണ്, ഓണത്തിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത്. അടിപൊളി, താങ്ക് യു പറ. ഹാപ്പി ഓണം. കുട്ടിപ്പട്ടാളങ്ങളും ഓണക്കാഴ്ച കാണുന്ന തിരക്കിലാണ്. ഒപ്പം മാതാപിതാക്കളുടെ കീശ കാലിയാക്കാനുള്ള തിരക്കിലും. നാളെ വീട്ടിൽ നിന്ന് പുറത്ത് നാഗാനം കഴിക്കാൻ പോകുന്നു. കാണുന്നില്ല. ഡ്രസ്സും നിക്കറും പുതിയ വാച്ച്, പുതിയ ഗിഫ്റ്റ്. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ സജീവമായിരിക്കുകയാണ് ഓണവിപണി. സാധനങ്ങൾ വാങ്ങാനും പർച്ചേസിങ്ങിനുമൊക്കെയായി തലസ്ഥാനത്തെ നഗരവീഥികൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തിരക്കിലാണ്. ക്യാമറമാൻ സന്തോഷ് പാർച്ചാലയ്ക്കൊപ്പം എസ് ശാലിനി ജനം, തിരുവനന്തപുരം.